Konnichiwa minasan, welcome back to another video. ഞാൻ നിങ്ങളുടെ സ്വന്തം എക്സ്ട്രാ കോമിക്. സോ നമ്മൾ ഇന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് ടോക്കിയോ റേഞ്ചേഴ്സിന്റെ ചാപ്റ്റേഴ്സ് ആയിട്ടുള്ള 217, 218 ആൻഡ് 219 ആണ്. ആദ്യം തന്നെ ഒരു ബിഗ് സോറി പറയട്ടെ. സംഭവം വേറൊന്നുമല്ല, നമ്മൾ എന്തായാലും കുറച്ച് നാളത്തേക്ക്, അതായത് ഒരു 4-5 ദിവസത്തേക്ക് കൂടി ടോക്കിയോ റേഞ്ചേഴ്സ് ടെമ്പററി ആയിട്ട് സ്റ്റോപ്പ് ചെയ്ത് വെക്കുവാണ്. കാര്യം ബൊറൂട്ടോ നമുക്ക് എത്രയും പെട്ടെന്ന് തന്നെ കോട്ടപ്പ് ആകാനുണ്ട്. ഏകദേശം 5 ചാപ്റ്റേഴ്സും കൂടെ ബൊറൂട്ടോടെ ചെയ്യാനുള്ളൂ. അതും കൂടെ ഒന്ന് കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വേറെ വിഷയമൊന്നുമില്ല. പിന്നെ നമ്മൾ ശനിയാഴ്ച മുതൽ സോളോ ലെവലിംഗ് ചെയ്ത് തുടങ്ങുന്നുണ്ട്. അതിന് കൂടെ തന്നെ നമുക്ക് ടോക്കിയോ റേഞ്ചേഴ്സ് ചെയ്ത് അങ്ങോട്ട് പോകാം. എന്തായാലും ഇനി ഞാൻ ഒട്ടും വൈകിപ്പിക്കുന്നില്ല, നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. അങ്ങനെ ചാപ്റ്റർ 217 തുടങ്ങുന്നത് സെഞ്ചു നമ്മുടെ താക്കിയം വെച്ചിട്ട് മടിയിൽ കിടന്ന ആൾ പറയുന്നുണ്ട്, എടാ ഞാൻ ആ പ്രോമിസ് കീപ്പ് ചെയ്തില്ല. എന്നാൽ താക്കിയം വെച്ച് അതിനെപ്പറ്റി ഇങ്ങനെ ആലോചിച്ചിട്ടിരിക്കുകയാണ്. താക്കിയം വെച്ചിട്ട് കൂടെ നമ്മുടെ ഡ്രാഗൻ ഉണ്ടായിരുന്നു. ഡ്രാഗന്റെ വീട്ടിലേക്കാണ് അവർ രണ്ടുപേരും എത്തിയത്. 4th ഫ്ലോർ അല്ലേന്ന് പറഞ്ഞുകൊണ്ട് താക്കിയം വെച്ച് ആ ലിഫ്റ്റിലെ 4th ഫ്ലോർ ഇങ്ങനെ പ്രസ് ചെയ്യുന്നിടത്ത് പെട്ടെന്ന് ഒരു വിഷനും കൂടെ വരും. അവന്റെ വയറ്റിലായിട്ട് ഇഷ്ടംപോലെ ചോരയും അവന്റെ കയ്യിലും ചോര പറ്റിയിട്ടുണ്ട്. അവൻ പേടിച്ചു പോയി. അവൻ നോക്കുന്നിടത്ത് അവന്റെ കയ്യിലും ഷട്ടിലൊന്നും ചോരയൊന്നുമില്ല. അപ്പോൾ അവന്റെ കാര്യം മനസ്സിലായി, ഇതും ഒരു വിഷനാണ്. അങ്ങനെ ഡ്രാഗനോട്ട് താക്കിയം വെച്ച് ഡ്രാഗന്റെ റൂമിലേക്ക് ചെന്നിട്ടുണ്ട്. അവിടെ ആയിട്ട് തൊമലിലെ കുറേയധികം പിക്ചേഴ്സ് ഉണ്ട്. നമ്മുടെ താക്കിയം വെച്ചിട്ടും കുറേയധികം പിക്ചേഴ്സ് അവിടെ ഉണ്ടായിരുന്നു. താക്കിയം വെച്ച്, നിനക്കൊരു കാര്യം അറിയാവോ, എന്മ എല്ലാ ദിവസവും എൻ്റെ സ്വപ്നത്തിൽ വരാറുണ്ട്. എന്നിട്ട് അവൾ പറയുകയും ചെയ്യും എങ്ങനെയെങ്കിലും മൈക്കിനെ ഒന്ന് രക്ഷിക്കണമെന്ന്. അതുകൊണ്ട് തന്നെ എനിക്ക് ഒരിക്കലും മൈക്കിനെ അബാൻഡൻ ചെയ്യാൻ സാധിക്കത്തില്ല. താക്കിമിച്ചി, നീ തന്നെ പറ, ഫ്യൂച്ചറിലെ മൈക്ക് അവൻ എന്ത് ചെയ്യുന്നു? നമ്മളിവിടെ കണ്ട മൈക്കിനെയല്ല അവിടെ ഞാൻ കണ്ടത്. അവൻ ആകപ്പാട് നശിച്ചിരിക്കുവാണ്. ഒന്നും കഴിക്കാതെ ക്ഷീണിച്ച് ഭയങ്കര ഒരു പരുവത്തിലായി, ഉറക്കമൊന്നുമില്ലെന്ന് തോന്നുന്നു. അവനാണ് അവിടുത്തെ ബോട്ടൻ എന്ന് പറയുന്ന ഒരു വലിയ ക്രിമിനൽ ഓർഗനൈസേഷൻ്റെ ലീഡർ. പിന്നെ ആ ഡാർക്ക് ഇമ്പൾസ് അവൻ്റെ ശരീരത്തിൽ ഇപ്പോഴും ഉണ്ടായിരുന്നു. ഞാൻ എല്ലാവരെയും രക്ഷിച്ചു, ഹിന്നിനെ രക്ഷിച്ചു, ബാക്കിയുള്ളവരെല്ലാവരും സന്തോഷത്തോടെ ജീവനോടെ തന്നെ ഉണ്ടായിരുന്നു. പക്ഷേ 12 വർഷങ്ങൾക്ക് മുമ്പ് എനിക്ക് വാക്ക് തന്ന ആ മൈക്ക് ജീവനോടെ ഇല്ലായിരുന്നു. അതല്ലായിരുന്നു ആ മൈക്ക്. അവൻ ആകെപ്പാട് അൺഹാപ്പി ആയിട്ട് എന്തോ പോലെയൊക്കെ ആയിരുന്നു. ഡാർക്ക് ഇമ്പൾസ് അല്ലേ താക്കിമിച്ചി, 2 വർഷത്തിന് മുമ്പ് മൈക്ക് ഞങ്ങളെ ഹേഡ് ചെയ്തിരുന്നു, ഞങ്ങളെല്ലാവരും തന്നെ. ആ ഒരു ഇൻസിഡൻറ്റ് കഴിഞ്ഞാണ് അവൻ ഞങ്ങളിൽ നിന്ന് കൂടുതൽ അകലം പാലിച്ചത്. എനിക്കറിയാം താക്കിമിച്ചി, അവൻ ഇപ്പോഴും നല്ല ആൾ തന്നെയാണ്. നമുക്ക് വേണ്ടിയാണ് അവൻ നമ്മളിൽ നിന്ന് അകന്നുപോയത്. അവനൊരിക്കലും തെറ്റ് ചെയ്യുന്നില്ല, തെറ്റ് ചെയ്യുന്നുണ്ടായിരിക്കും, പക്ഷേ എല്ലാം നമുക്ക് വേണ്ടിയല്ലേ. അതുകൊണ്ട് നമുക്ക് എങ്ങനെയാണ് അവനിങ്ങനെ വെറുതെ വിടാൻ പറ്റുന്നത്? അങ്ങനെ അതൊക്കെ പറഞ്ഞിട്ട് അവർ രണ്ടുപേരും അവിടെ നിന്ന് ഇറങ്ങുവാണ്. ഡ്രാഗൻ പറയുന്നുണ്ട്, താക്കിമിച്ചി നീ നാളെ ഒഫീഷ്യലായിട്ട് വന്ന് ബ്രഹ്മാനിൽ ജോയിൻ ചെയ്യാൻ നോക്ക്. പിന്നെ ഒരു കാര്യം കൂടെ, ഇനി അങ്ങോട്ടുള്ള ഫ്യൂച്ചർ നീ കണ്ടിട്ടുള്ള ഫ്യൂച്ചർ ആയിരിക്കത്തില്ല, നല്ല വ്യത്യാസം കാണും. അതുകൊണ്ട് എന്ത് വന്നാലും നീ പ്രിപ്പയർ ആകാൻ റെഡി ആയിട്ട് നിന്നോണം. പക്ഷേ പെട്ടെന്ന് ഒരു സൗണ്ട് കേട്ട് ഡ്രാഗൻ തിരിഞ്ഞു നോക്കാത്തത് താക്കിയമ്മച്ചിയുടെ ഉടുപ്പ് മുഴുവൻ ചോരയാണ്. എന്നാലും ഒരു പെങ്കൊച്ച് പെട്ടെന്ന് കിടന്ന് കാറുന്നുണ്ടായിരുന്നു. അവളുടെ കയ്യിലായിട്ട് ഒരു ടൊമാറ്റോ ജ്യൂസും ഉണ്ടായിരുന്നു. അപ്പോഴാണ് ഒരു കാര്യം മനസ്സിലായത്, അത് ചോരയല്ലായിരുന്നു, ടൊമാറ്റോ ജ്യൂസ് ആണെന്ന്. താക്കിയമ്മച്ചിക്ക് അതും കൂടെ കണ്ടപ്പോൾ ഒരു കാര്യം മനസ്സിലായി, അവന് ഫ്യൂച്ചർ കാണാൻ സാധിക്കുന്നുണ്ട്. അങ്ങനെ അടുത്ത ദിവസം തന്നെ ഡ്രാഗൻ നമ്മുടെ താക്കിയമ്മച്ചിയായിട്ട് ബ്രഹ്മാനിലെ ആ സീക്രട്ട് സൊസൈറ്റിയിലേക്ക് ചെല്ലുന്നുണ്ട്. അവിടെ സെറ്റപ്പ് ആണ് കാര്യം, അവിടെ ക്യാമറ ഉണ്ട്, മറ്റു കുറേ സെറ്റപ്പൊക്കെ ഉണ്ട്. അങ്ങനെ താക്കിയമ്മച്ചി അവിടേക്ക് കയറാനത് കാണുന്നത് 2 അവന്മാർ കിടന്ന് ഇടിയോക്കുന്നതാണ്. താക്കിയമ്മച്ചി ഞെട്ടിപ്പോവുകയും ചെയ്യും. കാര്യം ഇവന്മാർ കിടന്ന് ഇടിയുണ്ടാക്കുന്നത് ചുറ്റിനും കുറേ ആൾക്കാർ ഇത് കണ്ടിങ്ങനെ കിടന്ന് കാറുവാണ്. താക്കിയമ്മച്ചി, നമ്മൾ ഇതുവരെ കണ്ടിട്ടുള്ള ഒരു ഗ്യാങ് അല്ല ബ്രഹ്മാൻ, ഇത് ഭയങ്കര സെറ്റപ്പാണ്. ഇവിടെ ഒരു ഫൈറ്റിംഗ് മാച്ച് തന്നെയാണ് നടക്കുന്നത്. പൈസ ഉള്ളവർ വന്ന് ഇവിടെ ഒന്ന് ബെറ്റ് ചെയ്യും, ആര് ജയിക്കും ആര് തോക്കും എന്നൊക്കെ പറഞ്ഞു. പെട്ടെന്ന് ഒരു സൗണ്ട് കേൾക്കും, എല്ലാം നിർത്തിക്കോ, ക്യാമറ ഒക്കെ കടിച്ചതോ, ഇന്നത്തെ മാച്ച് അവസാനിച്ചതും പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് ഒരാൾ നടന്നിറങ്ങുന്നുണ്ട്. അത് മറ്റാരും ഇല്ലായിരുന്നു, സെഞ്ചു ആയിരുന്നു. സെഞ്ചുവിനെ കണ്ടതും എല്ലാവരും കിടന്ന് കാറാൻ തുടങ്ങും. അങ്ങനെ ഏറ്റവും നടുക്ക് നമ്മുടെ സെഞ്ചു വന്ന് നിന്ന് തന്റെ കൈ ഉയർത്തിയതും എല്ലാം സൈലന്റ് ആവും, ഒരാൾ പോലും അനങ്ങുന്നില്ല. ഇന്ന് നമ്മളിവിടെ ഒത്തുകൂടിയിരിക്കുന്നത് നമ്മുടെ ഏറ്റവും പുതിയ ന്യൂവസ്റ്റ് മെമ്പറിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയാണ്. അവന്റെ പേര് ഹനേഗാക്കി താക്കെമിച്ചി. ഓഗസ്റ്റിൽ നടന്ന ബ്ലഡി ഹാലോവിൻ ഫൈറ്റിന്റെയും ക്രിസ്മസിൽ നടന്ന ഫൈറ്റിന്റെ കാനോ ഇൻസിഡന്റിന്റെ എല്ലാത്തിന്റെ കീ ആയുള്ള പേഴ്സണാണ് ഹനേഗാക്കി താക്കെമിച്ചി. ടോക്കിയോ മാഞ്ചിയുടെ ഫോർമർ ലെജൻഡറി ഫസ്റ്റ് ഡിവിഷൻ ക്യാപ്റ്റൻ, ബ്ലാക്ക് ഡ്രാഗൺസിലെ അവസാനത്തെ സക്സസർ. താക്കെമിച്ചി, ഇത് വേണ്ടിക്ക് ഇന്നു മുതൽ ഇതാണ് നിന്റെ യൂണിഫോം. ഹനേഗാക്കി താക്കെമിച്ചി, വെൽക്കം ടു ബ്രഹ്മ. എല്ലാരും ശ്രദ്ധിച്ചു തന്നെ കേട്ടോ, ഈ വരുന്ന ജൂലൈ 14 തീയതി നമ്മൾ കാണ്ടോ മാൻസിനെ അതേപോലെ റൊക്കുഹാറിനെ ഒരുമിച്ച് തന്നെ അറ്റാക്ക് ചെയ്യും. എന്നിട്ട് നമ്മൾ തെളിയിക്കും 3 ഡീറ്റീസിൽ ആരാണ് ഏറ്റവും വലുതെന്ന്. അങ്ങനെ അവസാനം താക്കെമിച്ചി ബ്രഹ്മാനിലെ ഒരു മേജറുള്ള മെമ്പറായിട്ട് മാറിയിട്ടുണ്ട്. അങ്ങനെ പിന്നെ കാണിക്കുന്നത് താക്കെമിച്ചിയുടെ വീടാണ്. പുള്ളിക്കാരനായിട്ട് ഈ യൂണിഫോം നോക്കിക്കൊണ്ട് നിൽക്കുവാണ്. പെട്ടെന്നാണ് ഒരു സൗണ്ട് കേൾക്കുന്നത്. താഴോട്ട് നോക്കിയപ്പോൾ അത് നമ്മുടെ സെഞ്ചു ആയിരുന്നു. അവളായിട്ട് ഒരു ഡേറ്റിന് വേണ്ടി അവനെ വിളിക്കാൻ വേണ്ടി വന്നതാണ്. അങ്ങനെ അവർ രണ്ടുപേരും കൂടെ ഒരു അമ്യൂസ്മെന്റ് പാർക്കിലേക്ക് ചെല്ലുന്നുണ്ട്. ഇഷ്ടംപോലെ റൈൽസ് ഒക്കെ കയറി അവർ ആകെപ്പാട് അടിച്ച് പൊളിച്ചിട്ട് ഇറങ്ങുന്നിടത്താണ് ഒരു സാധനം അവരുടെ കണ്ണിൽ പെടുന്നത്. അത് സാക്കു പേപ്പർ സ്ലിപ്സ് ആയിരുന്നു. സത്യം പറഞ്ഞാൽ ഇതൊരു ഐതിഹ്യമാണ്. അതായത് ഒരു പേപ്പറിൽ അവർക്ക് ആവശ്യമുള്ള ഒരു കാര്യം എഴുതി അവിടെ തോക്കിക്കഴിഞ്ഞാൽ അത് നടക്കുമെന്നാണ് അവരുടെ ഒരു വിശ്വാസം. താക്കിമിച്ചി എങ്ങനെയെങ്കിലും മൈക്കിനെ ഡിഫീറ്റ് ചെയ്യണമെന്നാണ് എഴുതിയത്. എന്നാൽ നമ്മുടെ സെഞ്ചു എഴുതിയത് കുറച്ച് വ്യത്യസ്തമായ ഒരു കാര്യമായിരുന്നു. അത് എങ്ങനെയെങ്കിലും താക്കിമിച്ചിനെ രക്ഷിക്കണമെന്നായിരുന്നു. താക്കിമിച്ചി, ഇത്രയൊക്കെ സ്ഥിതിക്ക് നമ്മൾ രണ്ടുപേരും ഇനി നല്ല കട്ട ഫ്രണ്ട്സ് അല്ലേ, പിന്നെ അല്ല എന്നും പറഞ്ഞുകൊണ്ട് താക്കിമിച്ചി ആ കയ്യെ കയറി പിടിക്കാൻ നേരത്താണ്
പെട്ടെന്ന് ഒരു വിഷൻ കൂടി അവൻ്റെ മനസ്സിലേക്ക് വരുന്നത്. അത് ആ സെഞ്ചുവിൻ്റെ അതേ വിഷൻ തന്നെയായിരുന്നു. അവിടെ മഴയുണ്ടായിരുന്നു, അതുമാത്രമല്ല അതൊരു അമ്യൂസ്മെൻറ്റ് പാർക്ക് കൂടിയായിരുന്നു. പിന്നെ നമ്മുടെ ഡ്രാഗനാണ് കാണിക്കുന്നത്. ഇനുബയാട്ടെ മഴ നനഞ്ഞുകൊണ്ട് പെട്ടെന്നായിരുന്നു ഡ്രാഗൻ്റെ അടുത്തേക്ക് വന്നത്. എന്നിട്ട് പറയുന്നുണ്ട്, ഡ്രാഗൻ, ഞാൻ റൊഖുഹാറയിലൊരുത്തിൽ നിന്ന് വളരെ നാസ്റ്റിയുള്ള റൂമർ കേട്ടു. എത്രയും പെട്ടെന്ന് ഹനേഗാക്കിനെ തിരിച്ചു വിളിക്കാൻ നോക്ക്. അമ്യൂസ്മെൻറ്റ് പാർക്ക്, മഴ, ഇതെല്ലാം ആ ഒരു വിഷൻ്റെ അകത്തുണ്ടായിരുന്നു. പെട്ടെന്നാണ് താക്കേമിച്ചി ആ ഒരു കാര്യം ശ്രദ്ധിക്കുന്നത്. സെഞ്ചുവിൻ്റെ ആ ഒരു പേപ്പർ ക്ലിപ്പ്, അതായത് സെഞ്ചു എഴുതിയത് പ്രൊട്ടക്ട് ഹനേഗാക്കി എന്നായിരുന്നു. അതാണ് അവൾ പറഞ്ഞ ആ ഒരു പ്രോമിസ്. അപ്പോൾ തന്നെ താക്കേമിച്ചിക്ക് മറ്റൊരു കാര്യം കൂടെ മനസ്സിലായി. അവൻ കണ്ട ആ ഒരു ഫ്യൂച്ചർ വിഷൻ ഇന്നാണ് സംഭവിക്കാൻ പോകുന്നതെന്ന്. അവർ രണ്ടുപേരും കൂടെ എന്നിട്ട് ഒരു ഫുഡ് കഴിക്കുന്ന സ്ഥലത്തിരിക്കുകയാണ്. താക്കേമിച്ചിയോട് നമ്മുടെ സെഞ്ചു കുറേ അധികം കാര്യങ്ങൾ പറയുന്നുണ്ടെങ്കിൽ അവനൊന്നും ശ്രദ്ധിക്കുന്നില്ലായിരുന്നു. ഇത് മനസ്സിലാക്കി നമ്മുടെ സെഞ്ചു ആട്ടെ, നീ ഇന്ന് റെസ്റ്റ് എടുത്ത്, ഞാൻ എന്തായാലും ഇപ്പോൾ ഒരു ബാത്റൂമിൽ പോയിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് അവൾ അവിടെ നിന്ന് പോകുവാണ്. താക്കേമിച്ചി വീണ്ടും അവിടെ ഇരുന്ന് ചിന്തിക്കാൻ തുടങ്ങും. പെട്ടെന്നായിരുന്നു താക്കേമിച്ചിക്ക് ആ ബോധം ഉദിക്കുന്നത്. ദൈവമേ, കറക്റ്റ് സമയത്ത് സെഞ്ചുവിന്റെ കയ്യിൽ നിന്ന് ഞാൻ കണ്ണെടുത്തു. അവളിപ്പോൾ എവിടെയാണോ എന്ന് പറഞ്ഞുകൊണ്ട് അവൻ ബാത്റൂമിൽ തിരക്കി ഓടുവാണ്. ഓടുന്ന വഴി അവൻ ആ പേപ്പർ ക്ലിപ്പ് കാണാനിടയുണ്ടായി. അപ്പോൾ അവനൊരു കാര്യം മനസ്സിലായി. അവൾ ചെയ്ത പ്രോമിസ് അത് തന്നെയാണെന്ന് അവൻ 100% ഉറപ്പായി. പെട്ടെന്ന് അവിടേക്ക് കുറെ പേര് വരുന്നുണ്ട്. മാസ്ക് ഒക്കെ ഇട്ടുണ്ട്. 4 പേരാണ് കൃത്യമായിട്ട് പറഞ്ഞാൽ വന്നിട്ടുള്ളത്. അവർ ചോദിക്കുന്നുണ്ട്, നീ അല്ലേ താക്കേമിച്ചിക്ക് ഒരു കാര്യം മനസ്സിലായി, അവനാണ് അവരുടെ ടാർജറ്റ് എന്ന്. നീ ആകെപ്പാടി വീക്കായിട്ട് ഇത്ര ഇല്ലല്ലേടാ, എന്തിനു വേണ്ടി നിനക്ക് വേണ്ടി എല്ലാം കേട്ട് നീ ഈടി വെക്കുന്നത്? ഞാൻ എന്തായാലും പറയുന്നത് സൗത്തിന് മനസ്സിലാകുമെന്ന് പറഞ്ഞുകൊണ്ട് അവന്റെ പോക്കറ്റിൽ നിന്നുകൊണ്ട് പെട്ടെന്ന് ഒരു തോക്കെടുത്ത് നമ്മുടെ താക്കേമിച്ചിയുടെ നേരെ നീട്ടു. പെട്ടെന്ന് താക്കേമിച്ചിനെ വിളിച്ചുകൊണ്ട് സെഞ്ചു ദൂരെ നിന്ന് ഓടി വരുന്നുണ്ട്. താക്കേമിച്ചി പറയുന്നുണ്ട്, എന്റെ അടുത്തായിട്ട് വരേണ്ട പുറകിൽ നിൽക്കും മൂവെന്നും പറഞ്ഞുകൊണ്ട് പെട്ടെന്ന് അവൻ വെടിവെക്കാൻ പോകുകയും താക്കേമിച്ചി തിരിഞ്ഞ് സെഞ്ചുവിന്റെ അടുത്തേക്ക് വന്ന് സെഞ്ചുവിനെ പ്രൊട്ടക്ട് ചെയ്തുകൊണ്ട് അവളെയും പിടിച്ച് താഴത്തേക്ക് ഇടുവാണ്. ഈ ഒരു സമയത്ത് അവൻ വെടിവെച്ച് കഴിഞ്ഞിരുന്നു. പക്ഷെ താക്കേമിച്ചി അനങ്ങാതെ ഇങ്ങനെ കിടക്കുവാണ്. അവൻ ചോദിക്കുന്നുണ്ട്, എനിക്ക് അവനെ കിട്ടിയോ, അവൻ മരിച്ചോ? പക്ഷെ താക്കേമിച്ചി പെട്ടെന്ന് എഴുന്നേക്കാൻ നോക്കും. താക്കേമിച്ചി ചോദിക്കുന്നുണ്ട്, സെഞ്ചു നിനക്ക് വല്ല കുഴപ്പമുണ്ടോ? അതിന് കുഴപ്പമൊന്നുമില്ല. അവൾ കേൾക്കാൻ നേരത്ത് ആകെപ്പാട് വണ്ടടിച്ച് നിൽക്കുവാണ്. അപ്പൊ താക്കേമിച്ചി പറയുന്നുണ്ട്, നീ ഉറപ്പായിട്ടും മരിക്കാൻ പാടില്ല, നീ മരിക്കാൻ പാടില്ല. ആ വെടിവെച്ചവനോട്ടെ കിടന്ന് ടെൻഷൻ അടിക്കുവാണ്. നീ എങ്ങനെയാണ് അത് ഡോട്ട് ചെയ്തത്? ഞാൻ വീണ്ടും നിന്നെ കൊല്ലുന്നു പറഞ്ഞുകൊണ്ട് അവൻ പെട്ടെന്ന് 3 വട്ടം വെടിവെക്കുന്നുണ്ട്. നമ്മുടെ താക്കേമിച്ചിക്ക് ഒന്നും തന്നെ ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് അവൻ കണ്ണടച്ച് കളയുവാണ്. പക്ഷെ പെട്ടെന്ന് ആ ഒരു തോക്ക് തെറിച്ചു പോകുന്ന സൗണ്ടാണ് അവൻ കേൾക്കുന്നത്. അവൻ നോക്കാൻ നേരത്ത് അവന്റെ ഫ്രണ്ടിൽ ഡ്രാഗൻ ഉണ്ടായിരുന്നു. അത് മാത്രമല്ല ആ വെടിവെച്ചവനുമായിട്ട് മുട്ടുകുത്തി താഴെ കിടക്കുവാണ്. താക്കേമിച്ചി, നീ ഓക്കെ അല്ലേ? നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ഡ്രാഗൻ അവിടേക്ക് വന്നുകൊണ്ടാണ് ഈ ഒരു പർട്ടിക്കുലർ ചാപ്റ്റർ ഇവിടെ അവസാനിക്കുന്നത്. സോ ഗൈസ്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ടെമ്പററി ആയിട്ട് ചെറിയൊരു ബ്രേക്ക് എടുക്കുവാണ്. ഇത് ടെമ്പററി ആണ്, ഞാൻ വീണ്ടും പറയുവാണ് ടെമ്പററി ആണ്. നമ്മൾ ബോറുട്ടോ ഒന്ന് ഫിനിഷ് ആയ ഉടനെ തന്നെ വീണ്ടും ടോക്കിയോ റേഞ്ചേഴ്സ് ആയിട്ട് തിരിച്ചു വരുന്നതായിരിക്കും.